ഹല്ലേലൂയ. അന്ന് അതൊരു ശീലമായി തീരും. ഹല്ലേലൂയ. ഇന്നേ ദിനം നാം ദൈവസന്നിധിയിൽ നാം സ്തുതിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. എന്നാൽ ഇന്ന് സ്തുതിക്കാത്തവർ, ഇന്ന് കർത്താവിന്റെ മുമ്പിൽ വണങ്ങാത്തവരെല്ലാം വണങ്ങുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങി എല്ലാ നാവും യേശു മാത്രം കർത്താവെന്ന് ഏറ്റു പറയുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ജീവനെ തന്നതുൾപ്പെടെ നമ്മെ സ്നേഹിക്കുന്ന മഹാസ്നേഹം ഓർക്കുമ്പോൾ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു അനുഗ്രഹീതമായ ഒരു ഇംഗ്ലീഷ് കോറസിന്റെ ഭാഗം പാടി ആരംഭിക്കട്ടെ. സ്തോത്രം. We fall down, we lay our crowns at the feet of Jesus. The greatness of mercy and love at the feet of Jesus. And we cry, holy, holy, holy. We cry, holy, holy, holy. We cry, holy, holy, holy is the Lamb. You came from heaven to earth to show the way, from the earth to the cross, my debts to pay. From the cross to the grave, from the grave to the sky, Lord, I lift your name on high. You came from heaven to earth to show the way, from the earth to the cross, my debts to pay. From the cross to the grave, from the grave to the sky, Lord, I lift your name on high. Lord, I lift your name on high. Geetam, Geetam, Jaya, Jaya, Geetam, പാടുവിൻ സോദരരേ. ഗീതം, ഗീതം, ജയ, ജയ, ഗീതം, പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹേ നരനാ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹേ നരനാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം, ഗീതം, ജയ, ജയ, ഗീതം, പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം, ഗീതം, ജയ, ജയ, ഗീതം, പാടുവിൻ സോദരരേ. ഗീതം, ഗീതം, ജയ, ജയ, ഗീതം, പാടുവിൻ സോദരരേ.
നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ആമേൻ. സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. നാം മരിച്ച മണ്ണടിഞ്ഞാലും ഹല്ലേലൂയ ഒരിക്കൽ പുനരുത്ഥാന ദിവസത്തിൽ നാം കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ വീണ്ടും എഴുന്നേൽക്കും. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കപ്പെടുന്ന വിഷയങ്ങൾക്കായി ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ലോകമെമ്പാടും വളരെ ഭാരപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആദ്യമൊക്കെ കൊറോണ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭീതിതമായ ഒരു അനുഭവമായിരുന്നു. മനുഷ്യരൊക്കെയും അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് വളരെ കെയർഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. എന്നാൽ ഇത് വളരെ വർദ്ധിച്ച് അനേക ശതലക്ഷക്കണക്കിന് വ്യക്തികൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യർ ബുദ്ധി ഇല്ലാത്തവരായി അല്ലെങ്കിൽ കേവലം അതിനോട് ലഘുവായ സമീപനം നടത്തി ഇതൊരു വലിയ സാമൂഹ്യ ദുരന്തമായി തീരാതെ വണ്ണം പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിച്ച് അനേക വ്യക്തികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ നമ്മോട് ജോയിൻ ചെയ്തിരിക്കുന്ന ദേവദാസന്മാരൊക്കെ പലരും അവരുടെ ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഡ്യൂട്ടിയിൽ തന്നെ ജോയിൻ ചെയ്തവരുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അവരെയൊക്കെയും സൂക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സാമൂഹിക ആതുര സേവന രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വാസ്തവമായി ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ വിഷയത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മീറ്റിങ്ങുകൾക്കൊക്കെ ചെറിയ നിയന്ത്രണങ്ങളോടെ ഉള്ള തുടക്കത്തിനൊക്കെ പറഞ്ഞു. എന്നാൽ അതൊരിക്കലും ഒരു ദുഃഖത്തിന് കാരണമായി തീരാതെ വണ്ണം വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സഭാ നേതാക്കൾക്കും മീറ്റിങ്ങുകൾ നടത്തുന്നവർക്കൊക്കെ അതിനുള്ള കൃപ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരു കാരണവശാലും സഭാ ഹാളുകൾ തുറന്ന് രോഗം വ്യാപനമായി സാമൂഹ്യ വ്യാപനമായി എന്നൊരു കേൾവി കേൾക്കാതിരിക്കുവാൻ തക്കോണം പ്രത്യേകം നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഏതൊരു വിഷയം വന്നാലും ദൈവജനത്തെ കുറ്റപ്പെടുത്തുവാൻ തക്കോണം സമൂഹത്തിൽ നോക്കുന്നവരുണ്ട്. എന്നാൽ അതിനൊന്നും ഒരു സാഹചര്യം ഉണ്ടാകാതെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. മാത്രമല്ല ശുശ്രൂഷാരങ്ങളിലുള്ള ദൈവദാസന്മാരുടെ കുടുംബങ്ങൾ നാളുകളായി വളരെ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെ സഭകളിൽ നിന്നുള്ള വരുമാനമില്ലാത്ത അതുപോലുള്ള പാവങ്ങളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ കഷ്ടപ്പെടുന്നവർ ഉത്തരഭാരതത്തിലും ഉത്തരേന്ത്യയിലും കേരളത്തിലും മറ്റിടങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ജോലി നഷ്ടപ്പെട്ട വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സഹമസൃഷ്ടങ്ങളായ സഹോദരങ്ങൾ നമുക്കുണ്ട്. അവർ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ മനുഷ്യരെല്ലാവരും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുപോലെയാണ്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടാതെ ഈ വിഷയങ്ങളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ലിസിയാണ് എന്ന പ്രാർത്ഥനയെ നമ്മെ നയിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ. അതുകൂടാതെ ജോലി നഷ്ടപ്പെട്ട അനേക വ്യക്തികൾ ആയിരക്കണക്കിനാണ് ഗൾഫിൽ നിന്നൊക്കെ വിട്ടുപോരുന്നത്. തങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് ഭാരപ്പെടുന്നവരുണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ ലിസി പ്രാർത്ഥിച്ചാട്ടെ. അൺമ്യൂട്ട് ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അപ്പാ സ്തോത്രം. അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ദൈവമേ അപ്പാ സ്തോത്രം കർത്താവേ, സമയത്തിനായി സ്തോത്രം കർത്താവേ, സ്തോത്രം ദൈവമേ സ്തോത്രം. അപ്പച്ചാ പല ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ അപ്പാ സ്തോത്രം കർത്താവേ, അപ്പന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവമേ അപ്പാ സ്തോത്രം. എന്റെ അപ്പൻ തന്നിരിക്കുന്ന ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവമേ അപ്പാ ഇറങ്ങി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അപ്പച്ചാ സ്തോത്രം. അനേക കാര്യങ്ങൾ കർത്താവേ അപ്പാ സ്തോത്രം കർത്താവേ, ഈ സന്ധ്യാസമയം കാണാതെ കർത്താവേ അപ്പാ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോഴും കർത്താവേ അപ്പാ സ്തോത്രം എന്റെ അപ്പച്ചന്റെ കൃപയാൽ അപ്പാ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ ഒരിക്കൽ കൂടി അങ്ങനെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവമേ അങ്ങ് സഹായിച്ച ദൈവത്തിന് വലിയ കൃപയ്ക്കാട്ട് അപ്പാടിൽ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം. 2-3 പേർ അപ്പാ സ്തോത്രം എന്റെ അപ്പന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് എന്റെ അപ്പച്ചന്റെ സാന്നിധ്യം ഉള്ളതിനായിട്ടായി സ്തോത്രം കർത്താവേ സ്തോത്രം. നാഥ 2-3 പേർ ദൈവമേ അപ്പാ സ്തോത്രം എന്റെ അപ്പന്റെ നാമത്തിൽ ചോദിക്കുന്ന ഓരോ വിഷയങ്ങളും മേലെ ദൈവമേ അപ്പാ സ്തോത്രം കർത്താവേ അടിയിൽ ഒരു മനപ്പെട്ടും പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും മേലെ ദൈവമേ അപ്പാ സ്തോത്രം എന്റെ അപ്പൻ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമണികൾക്കുള്ളതിനായിട്ടായി സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം. ദേവദാസം പറഞ്ഞ ഓരോ വിഷയങ്ങൾ കർത്താവേ അപ്പാ സ്തോത്രം കർത്താവേ സ്തോത്രത്തോടുകൂടി എന്റെ അപ്പന്റെ കാര്യങ്ങളിലേക്ക് ആ പടികൾ താഴ്ത്തി സമർപ്പിക്കുന്നു. അപ്പൊ ആ സ്തോത്രം കർത്താവേ സ്തോത്രം.
പ്രത്യേക ദൈവമേ അപ്പ സ്തോത്രം കർത്താവേ അപ്പ ദൈവമേ വിരഹ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവമേ അപ്പ സ്തോത്രം അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം അപ്പ അടിയിൽ ലോകത്തിലോട്ട് നോക്കി കഴിയുമ്പോൾ അപ്പ സ്തോത്രം കർത്താവേ അനേകായിരങ്ങൾ കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ അപ്പ സ്തോത്രം കുടുംബങ്ങൾ വ്യക്തികൾ കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ വിരഹ ദുഃഖത്തിലായിരിക്കുന്നില്ല അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും കർത്താവേ അപ്പ സ്തോത്രം എന്റെ അപ്പച്ചനെ ആശ്വസിപ്പിക്കണമേ എന്നപ്പ അടിയിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്വർഗീയ സമാധാനം കർത്താവേ അപ്പ സ്തോത്രം ഓരോ കുടുംബങ്ങളുടെ മേലും ഓരോ വ്യക്തികളുടെ മേലും ദൈവമേ അപ്പ സ്തോത്രം അങ്ങ് പകർന്നു കൊടുക്കണമേ എന്ന് ദൈവമേ അപ്പാടി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം അപ്പ ഈ കോവിഡിന്റെ ഭാരത്താൽ കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ ഹോസ്പിറ്റലിൽ കഴിയുന്ന മക്കളെ അപ്പാടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം വെന്റിലേറ്ററിൽ കിടക്കുന്ന മക്കളെ അപ്പാടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ അപ്പ സ്തോത്രം അനേകർക്ക് എന്റെ അപ്പച്ചി സൗഖ്യം കൊടുത്തിരിക്കുന്നതിനായിട്ടായി സ്തോത്രം കർത്താവേ സ്തോത്രം സൗഖ്യം കിട്ടാതെ കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ അനേകർ ദൈവമേ അപ്പ സ്തോത്രം കർത്താവേ ഇപ്പോഴും ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ അപ്പ സ്തോത്രം എന്റെ അപ്പച്ചൻ അവർക്ക് പരിപൂർണമായി സൗഖ്യം എന്റെ അപ്പ സ്തോത്രം എന്റെ അപ്പച്ചൻ പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം അങ്ങനെ അടിപ്പെട്ട ഒരാളുടെ സൗഖ്യം ദൈവമേ അപ്പ സ്തോത്രം എന്റെ അപ്പൻ അവർക്ക് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം അവരെ ഓരോരുത്തരും കർത്താവേ അപ്പ സ്തോത്രം എന്റെ ദൈവത്തിന് കൊള്ളാവുന്ന സാക്ഷികളായി കർത്താവേ അപ്പ സ്തോത്രം നിൽക്കുവാൻ സ്വർഗമേ അപ്പ സ്തോത്രം എന്റെ അപ്പ സഹായിക്കണമെന്ന് ദൈവമേ അപ്പ അടിയിലങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം പ്രത്യേക ദൈവമേ അപ്പ സ്തോത്രം കർത്താവേ അടികൾ ഇന്ത്യ നാടിനോർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ അപ്പ സ്തോത്രം എന്റെ അപ്പച്ചനെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം അപ്പ അവിടെയുള്ള ജനങ്ങളിൽ കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ ക്വാറന്റൈനിൽ ഇരിക്കുന്ന മക്കൾ ദൈവമേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ അപ്പ സ്തോത്രം അവിടുത്തെ ഓരോ നിയമങ്ങളും കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം അതുപോലെ ദൈവമേ അപ്പ സ്തോത്രം ചെയ്യുവാൻ സ്വർഗമേ അപ്പ സ്തോത്രം കർത്താവ് സഹായിക്കണമേ എന്ന് അപ്പാടികളോട് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം അപ്പച്ചന് ഈ കോവിഡിന് കർത്താവേ അപ്പ സ്തോത്രം ഒരു അറിഞ്ഞിടണമേ എന്നപ്പ അടിയിലങ്ങയോട് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം ഈ നാളുകൾ കർത്താവേ അപ്പ സ്തോത്രം അപ്പ ജനങ്ങൾ കർത്താവേ അപ്പ സ്തോത്രം എന്റെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ അപ്പ സ്തോത്രം എന്റെ ദൈവത്തിന്റെ മുഖം ഒന്ന് അന്വേഷിപ്പാൻ അപ്പ സ്തോത്രം അടിയങ്ങളെ തന്നെ താഴ്ത്തുവാൻ അപ്പ സ്തോത്രം കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവമേ അപ്പ അടിയങ്ങളോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം പിതാവേ ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കർത്താവേ അപ്പ സ്തോത്രം കടന്നു പോകുന്ന ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സാമ്പത്തിക അനുഭവിക്കുന്ന ദൈവമക്കളെ അപ്പടികളോർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ അപ്പ സ്തോത്രം തക്ക സമയത്ത് കർത്താവേ അപ്പ സ്തോത്രം അവർക്ക് മന്ന ലഭിക്കുവാൻ അപ്പ സ്തോത്രം എന്റെ അപ്പൻ സഹായിക്കണമെന്ന് ദൈവമേ അപ്പാടി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം പിതാവേ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന മക്കളെ അപ്പടികളോർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം പുതുവഴികളെ സ്വർഗമേ അപ്പ സ്തോത്രം എന്റെ അപ്പൻ തുറന്നു കൊടുക്കണമേ എന്ന് അപ്പ അടിയിലങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം എന്റെ അപ്പച്ചനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ സ്തോത്രം ആ സ്വർഗത്തിലെ കാലവറ കർത്താവേ അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേലും കർത്താവേ അപ്പ സ്തോത്രം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ദൈവമേ അപ്പ അടിയിലങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം ഇന്നത്തെ ദൈവമേ അപ്പ സ്തോത്രം കർത്താവേ പ്രയർ ഗ്രൂപ്പിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അപ്പ സ്തോത്രം എന്റെ അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ സ്തോത്രം അവരായിരിക്കുന്ന ഓരോ ദേശങ്ങളെയും അപ്പ സ്തോത്രം അപ്പ അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു അപ്പ സ്തോത്രം അപ്പ അവരായിരിക്കുന്ന ദേശങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം അവരായിരിക്കുന്ന സഭകളെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ദൈവമേ സ്തോത്രം ഈ വേൾഡ് വൈഡ് പ്രയർ ഗ്രൂപ്പ് കർത്താവേ അപ്പ സ്തോത്രം അപ്പ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ അപ്പൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം ഇന്ന് വചനമായിട്ട് നിൽക്കുന്ന ദേവദാസനെ അപ്പ സ്തോത്രം അപ്പന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പ സ്തോത്രം കടന്നു വന്നിരിക്കുന്ന ദൈവമേ അപ്പ സ്തോത്രം ദൈവമേ മക്കൾക്ക് വേണ്ട മന്ന ദൈവമേ അപ്പ സ്തോത്രം സ്വർഗത്തിൽ നിന്ന് അപ്പ സ്തോത്രം ഒന്നും മറച്ചു വെക്കാതെ കർത്താവേ അപ്പ സ്തോത്രം അടികൾക്ക് പകർന്നു നൽകി തരുവാനുള്ള ദൈവത്തിന്റെ കൃപ അപ്പ സ്തോത്രം അപ്പച്ചന് അധികമായിട്ട് പകർന്നു കൊടുക്കണമെന്ന് ദൈവമേ അപ്പ അടിയിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം കർത്താവേ സ്തോത്രം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും എന്റെ അപ്പച്ചനെ അനുഗ്രഹിക്കണമെന്ന് അപ്പടിയോട് പ്രാർത്ഥിക്കുന്നു അപ്പ സ്തോത്രം പ്രാർത്ഥന കേട്ട നല്ല കൃപയ്ക്കാട്ടായി സ്തോത്രം സർവ്വ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു കൃപയോടെ കേട്ടുത്തരം വല്ലമാറാണമേ ആമേൻ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് വിഷയങ്ങളിന്മേൽ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവം വിടുതൽ നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുന്നത് ഇമ്മീഡിയറ്റ് ആയിരിക്കാം, ചില വിഷയങ്ങൾക്ക് നൽകുന്നത് കുറെ കഴിഞ്ഞായിരിക്കാം, ചിലതിനോട് കർത്താവ് നോ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഉത്തരമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലൊക്കെ അത് തുടർച്ചയായിട്ട് ഈ മീറ്റിംഗിൽ വെച്ച് മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വേൾഡ് വൈഡ് പ്രയർ ഗ്രൂപ്പിന്റെ പ്രയർ സർക്കിളിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇടുന്നത് ദൈവമക്കൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. അനേക വ്യക്തികൾ തങ്ങൾക്ക് ലഭിക്കുന്ന രോഗസൗഖ്യത്തെക്കുറിച്ചും തുടർന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ സംസാരിക്കാറുണ്ട്, ആ വിഷയങ്ങൾ അറിയിക്കാറുണ്ട്. അവരെല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ സാറ്റർഡേസിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അത് 12 മണി മുതൽ പ്രാർത്ഥനയിൽ നമ്മൾ ആ സമയം ചെലവഴിക്കാറുണ്ട്.
നമ്മുടെ ഇതേ മീറ്റിംഗ് ഐഡിയിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. ആ സമയത്തും നിങ്ങൾ ജോയിൻ ചെയ്ത് പ്രയർ ലൈനിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാ ആഴ്ചയിലും 3 ദിവസം നമ്മൾ ഹിന്ദി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്, ചൊവ്വയും വ്യാഴവും ശനിയും. ആ 6 മണി മുതലുള്ള ഹിന്ദി മീറ്റിങ്ങിനെ ഓർത്തും ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അനേക വ്യക്തികൾ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. കർത്താവ് നമുക്ക് വലിയ വിടുതലുകൾ ഈ നാളുകളിൽ നൽകും. സ്തോത്രം. ശത്രു നമ്മുടെ ഒരു മീറ്റിംഗ് തടസ്സപ്പെടുത്തുമ്പോൾ അനേക വഴികൾ കർത്താവ് തുറന്നു തരും. സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥനയുടെ ചങ്ങലകളിൽ ഹല്ലേലൂയ അണിചേരുമ്പോൾ വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കും. സ്തോത്രം. നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. പിതാവുമായിട്ടുള്ള കോൺടാക്റ്റിൽ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ജെൻസൺ ജോയ് ആണ് നമ്മുടെ ദൈവജനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. പ്രിയ പൈതൽ ഞങ്ങൾക്ക് വളരെ പ്രിയമുള്ള ഒരു യുവ സഹോദരനാണ്. കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ജെൻസൺ ജോയിയുടെ പിതാവ് പാസ്റ്റർ ജോയ് ജോർജ് ഞങ്ങൾ ആരാധിച്ചിരുന്ന ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ശുശ്രൂഷകനായി 2000 അടുത്തുള്ള 98 മുതൽ 2000 വരെയുള്ള കാലത്ത് കർത്താവിന്റെ വിലപ്പെട്ട ഭൃത്യനായിരുന്നു. ആ പിതാവുമായിട്ട് അടുത്ത ഒരു സ്നേഹബന്ധം ഞങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അദ്ദേഹം 90കളിൽ ഗൗതം നഗറിൽ ശുശ്രൂഷിക്കുന്ന സമയം തൊട്ട് ആ പിതാവുമായിട്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുന്ന ദേവദാസനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. തന്റെ മകൻ പിതാവിന്റെ ആ പാതയിൽ താൻ ലോകപ്രകാരം ഒരു എഞ്ചിനീയർ ആകേണ്ട സഹോദരനാണ്. എന്നാൽ കർത്താവിന്റെ വചനവുമായി ഇറങ്ങിത്തിരിപ്പാൻ ദൈവദാസനെ ദൈവം സഹായിച്ചു. യുവാക്കളുടെ ഇടയിൽ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്ന പ്രിയ ദൈവദാസൻ നമ്മോട് ഇന്ന് രാത്രി ദൈവവചനം അറിയിക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. വി വെൽക്കം പാസ്റ്റർ ജെൻസൺ ജോയ് ടു ഡെലിവർ ദ വേർഡ് ഓഫ് ഗാഡ്. അൺമ്യൂട്ട് ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ മാധ്യമത്തിൽ കൂടെ ഒരുമിച്ച് വേൾഡ് വൈഡ് പ്രയർ സർക്കിളിൽ ജോയിൻ ചെയ്യുവാൻ വിവിധ ഇടങ്ങളിൽ ഉള്ള ദൈവമക്കൾ നമുക്ക് ഒരുമിച്ച് ദൈവം അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാലി പ്രയർ സർക്കിളിന് കോർഡിനേഷൻ ചെയ്യുന്ന ഞാൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ ബിനോയ് ചാൻ, മറ്റ് ദൈവദാസന്മാർ എന്നിവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം ലൈനിൽ കൂടെ ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം അവസരം നൽകിയത് ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാൽ പ്രിയ ബിനോയ് ചാൻ ഓർപ്പിച്ച പോലെ OPL ദൈവത്തെ ആരാധിച്ച ദൈവമക്കളോട് ഒത്തുചേർന്ന് ദീർഘ വർഷങ്ങൾക്ക് മുമ്പേ ആരാധിച്ച അനേകം പ്രിയപ്പെട്ടവർ, പ്രത്യേകാൽ ഞാൻ ഇതിൽ കാണുന്ന ചില പ്രിയ മാത്തുട്ടെ ചാന്, അമ്മാമ്മ, പ്രിയ എബി അങ്കിള്, കുഞ്ഞോൻ ചാന്, അവരെയൊക്കെ കാണുവാനിടയായി തീർന്നു. മറ്റ് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ കൂട്ടായ്മ ലഭിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ബിനോയ് ചാന് ഓർപ്പിച്ചതുപോലെ കർത്താവ് ഞങ്ങൾക്ക് 98 മുതൽ 2000 വരെയുള്ള വർഷങ്ങളിൽ ഒമാനിൽ എന്റെ പിതാവിനെ ശുശ്രൂഷിക്കുവാനുള്ള അവസരത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കും ആ ദേശത്ത് കടന്നു വരുവാനും ദൈവസഭയിലുള്ള ദൈവമക്കളെ കാണുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ നൽകി തന്നു. വർഷങ്ങൾ ഒത്തിരി പിന്നിട്ടെങ്കിലും ആ സ്നേഹബന്ധം, ആത്മബന്ധം പ്രാർത്ഥനയിലും കാണുമ്പോഴും ഒക്കെ ഓർക്കുവാൻ ദൈവം അവസരങ്ങൾ ചെയ്യുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ പ്രയർ സർക്കിളിന്റെ മറ്റ് ദൈവദാസന്മാർ, കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജു, ബ്രദർ സുജിത്ത്, അവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക ദിവസങ്ങളായി ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഇതിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ചില സന്ദേശങ്ങൾ ശ്രവിക്കുവാനും ദൈവം അവസരങ്ങൾ നൽകി തന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവമക്കൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ വചനം അല്പം കൂടെ ഗൗരവമായി ശ്രവിക്കുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കുന്നത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ കാലങ്ങളൊക്കെ ദൈവം ആത്മീകമായി നമുക്ക് മുന്നേറ്റവും വളർച്ചയും നമ്മുടെ പ്രത്യാശ ജീവിതത്തിന് അഭിവൃദ്ധിയും നൽകി തരുമെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
കഴിഞ്ഞ 4 വർഷത്തിൽ പരമായി ഞാൻ ബാംഗ്ലൂരിൽ ശിശുകോട്ടെ കോരമംഗല ദൈവസഭയുടെ ശുശ്രൂഷയിലായിരിക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വൈഫ് 3 കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെയും ഇന്ന് രാത്രിയിൽ സുഖമായിരിക്കുന്നു. മാതാവ് ഞങ്ങളോടുകൂടെ ഇവിടെയുണ്ട്. എന്റെ പിതാവ് ചില വർഷങ്ങൾക്ക് മുൻപേ താൻ പ്രിയവെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടെങ്കിലും കർത്താവ് എന്നെയും ഈ വേലയിൽ വിശ്വസ്തനെണ്ണി വചനത്തിന്റെ ശുശ്രൂഷകനാക്കി ദൈവം മാറ്റി തീർത്തതോർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ അവസരങ്ങൾ നൽകി തന്ന പ്രിയപ്പെട്ടവരോട് പ്രത്യേകാലുള്ള നന്ദിയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ദിനങ്ങളിൽ ദൈവവചനത്തിന് ഒട്ടും കുറവില്ല എന്നെനിക്കറിയാം. ദൈവവചനം പണ്ടത്തെക്കാളൊക്കെയും വളരെ ശക്തമായി പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. ഈ കൊറോണ പല ഇടങ്ങളിലും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു എങ്കിലും വചനത്തിന് യാതൊരു വിധത്തിലുള്ള ദൗർലഭ്യവും ഇല്ല എന്ന് അറിയാൻ കഴിയുന്നു. ശ്രദ്ധിക്കുന്നവർക്ക്, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഞാന് ഒരു ശുശ്രൂഷകനായി ഇറങ്ങിത്തിരിക്കുന്ന കാലയളവിൽ ദൈവത്തിന്റെ പ്രത്യേക വിളി ഉണ്ടായപ്പോൾ എന്നെ ദൈവം വിളിച്ച ഒരു ശബ്ദം ആമോസിന്റെ പ്രവചന പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പ്രവാചകനോട് ദൈവം പറയുന്നത്: അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, എന്റെ വചനം കേൾക്കുവാൻ വേണ്ടിയുള്ള ഒരു ദാഹം, ഒരു വിശപ്പ് ജനത്തിന് ഞാൻ നൽകിക്കൊടുക്കും. ആ ഒരു സമയത്തിന് വേണ്ടി ഞാൻ എന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ ശബ്ദം കേട്ടാണ് ഞാൻ ദൈവ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഈ കാലം വരെ കർത്താവ് വിവിധ ഇടങ്ങളിലും സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ചില സമയങ്ങൾ ദൈവ വചനത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്നൊരുക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മനസ്സിൽ നൽകി തന്ന ഒരു വചനഭാഗം നമുക്ക് വളരെ പരിചിതമാകുന്ന ഒരു വചനഭാഗമാണ്. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്താവിധേയമാക്കുന്നു എങ്കിലും അതിന്റെ 8-ാമത്തെ വാക്യം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വിഷയത്തെ ആസ്പദീകരിച്ച് സംസാരിക്കുന്ന ആ വിഷയത്തെ ഒന്ന് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ 8-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കാണ്: ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവര് എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. വേദപുസ്തകത്തിന്റെ ആമുഖ പുസ്തകമാകുന്ന ഉൽപ്പത്തി പുസ്തകം തുടങ്ങി ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ദൈവം ആക്കി വെച്ചിരിക്കുന്ന തോട്ടത്തിൽ ദൈവത്തോട് കൂടെ വസിക്കുവാനും ഭൂമിമേൽ കർത്തൃത്വം നടത്തുവാനും അവകാശവും അവസരവും ദൈവം കൊടുത്ത മനുഷ്യൻ പാപമുഖേന ദൈവത്തിൽ നിന്നകന്ന് ദൈവം ഏൽപ്പിച്ച കർത്തൃത്വം വിട്ടൊഴിഞ്ഞ് മാറിപ്പോയപ്പോൾ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി 3-ാം അധ്യായം മുതൽ നാം കാണുന്നു. ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ റിഡംഷൻ വർക്ക് പ്രോസസ് ദൈവം ആരംഭിക്കുകയാണ്. അങ്ങനെ ജനത്തെ മുഴുവനും രക്ഷിക്കുവാൻ ദൈവം ഒരു ജാതിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി ദൈവം മനസ്സ് വെച്ചു. അങ്ങനെ 12-ാമത്തെ അധ്യായം മുതലാണ് ദൈവത്തിന്റെ രക്ഷണീയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ 12-ാമത്തെ അധ്യായത്തിൽ നാം എത്തുന്നത് വരെ ദൈവം മനുഷ്യന് ഉത്തരവാദിത്വങ്ങൾ ഓരോന്നായി ദൈവം നൽകിക്കൊടുക്കുന്നതായി കാണുന്നു. ചാപ്റ്റർ 1 to 11 നാം വായിക്കുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ ദൈവം മനുഷ്യന് നൽകിക്കൊടുക്കുന്നു. ആദമിനും ഹവ്വയ്ക്കും ദൈവം കൊടുക്കുന്ന ഉത്തരവാദിത്വങ്ങൾ വ്യക്തിപരമാകുന്ന ഉത്തരവാദിത്വങ്ങളാണ്. കൈന്, ഹാബേൽ അവർക്ക് പരസ്പരമായി സാഹോദരികമാകുന്ന ഉത്തരവാദിത്വങ്ങൾ ദൈവം നൽകിക്കൊടുക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം തന്റെ പ്രവർത്തനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രവർത്തനത്തിൽ മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും ചെയ്യേണ്ടതായിട്ടുള്ള, നിർവഹിക്കേണ്ടതായിട്ടുള്ള ഓരോ കർത്തവ്യങ്ങളുമുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നാം നിവർത്തിക്കണമെന്ന്. ആദമിനോട് ദൈവം ചോദിക്കുകയാണ്, ഹവ്വയോട്, നിങ്ങൾ എവിടെയാ?
വേർ ആർ യു എന്ന് ദൈവം ചോദിക്കുകയാണ്. കൈനോട് ദൈവം ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെയാണ് എന്ന് ചോദിക്കുക. അങ്ങനെ തുടങ്ങി പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ, അത് ജലപ്രളയമായിക്കൊള്ളട്ടെ, ബാബേൽ ഗോപുരത്തിന്റെ പണി ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ മനുഷ്യന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിർഭരമായിട്ടുള്ള ദൈവത്തിന്റെ ന്യായവിധിയും സന്ദർശനങ്ങളുമാണ് നാം ഓരോ അധ്യായങ്ങളിലും കാണുവാനിടയായി തീർന്നത്. ശ്രദ്ധിക്കണേ, ദൈവം മനുഷ്യന് കൊടുത്ത ഉത്തരവാദിത്വങ്ങളിൽ സ്ഥിരതയോടെ മനുഷ്യന് നിൽക്കുവാൻ കഴിയാഞ്ഞപ്പോൾ ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തിട്ട് അവനുമായി ദൈവം ഒരു ഉടമ്പടി ചെയ്യുവാനിടയായി തീർന്നു. God made a covenant with the one he elected or he selected. എന്നിട്ട് ദൈവം ചെയ്ത ഉടമ്പടി, ഒരു ഉടമ്പടിക്ക് രണ്ട് വ്യക്തികൾ ആവശ്യമാണല്ലോ. രണ്ട് വ്യക്തികളും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. രണ്ട് വ്യക്തികളും ഈക്വലി ആ കവനന്റ് പൂർത്തീകരിക്കുവാൻ, ഉടമ്പടികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി രണ്ടുപേരും ബാധ്യസ്ഥരാണ്. രണ്ടുപേരും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം തന്റെ പ്രവൃത്തി, ദൈവം തന്റെ ഭാഗം വളരെ കൃത്യമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആമുഖമായി പറയുന്ന ആലോചന, നാം നമ്മുടെ ഉത്തരവാദിത്വം എത്രത്തോളം വിശ്വസ്തരായി തുടരുന്നു എന്നുള്ളത് ഈ രാത്രിയിൽ ദൈവം പരിശോധിച്ചിരിക്കുകയാണ്. നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന അനവധി അവസരങ്ങൾ, സാഹചര്യങ്ങൾ, താലന്തുകൾ, നന്മകൾ, ഇവയൊക്കെ നാം അനുഭവിക്കുന്നെങ്കിലും ഈ രാത്രിയിലും ദൈവം നമ്മോട് ചോദിക്കുന്ന വിഷയം, ഇവയിൽ എത്രത്തോളം നീ വിശ്വസ്തനാണ്, വിശ്വസ്തതയായി നീ നിൽക്കുന്നുണ്ട് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നാം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടിയുടെ പ്രത്യേകത എന്താ? വാട്ട്സ് the speciality behind God's covenant? രണ്ട് വ്യക്തികൾ തമ്മിൽ ചെയ്യുന്ന കരാർ പോലെയല്ല ദൈവം മനുഷ്യനുമായി ചെയ്യുന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ. ദൈവത്തിന്റെ ഉടമ്പടി എന്താ? ഇത്രയും നാളുകൾ ദൈവം ചെയ്ത പ്രവൃത്തികൾ ദൈവത്തിന് ഒരു ട്രാൻസ്ഫർ നടത്തണം, ദൈവത്തിന് മറ്റൊരു വ്യക്തിയിലേക്ക് അത് പകരണം. ദൈവം ആ വ്യക്തിയിൽ കൂടെ തന്റെ ശക്തിയെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചിട്ട് ദൈവം പറയുകയാണ്, എന്റെ ഉടമ്പടിയുടെ പ്രത്യേകത, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ ഇനിയും നിന്നിൽ കൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളോട്, ദൈവദാസന്മാരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രത്യേകത, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, ക്രൈസ്റ്റ് ഇൻ യു, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. അതാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ, ദൈവത്തിന്റെ നിയമത്തിന്റെ ഉടമ്പടിയുടെ പ്രത്യേകത. He just does not want us to work alone, or he just does not want him to work for us, but he wants to work through us. നമ്മിൽ കൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവരെനിക്കൊരു മന്ദിരം പണിയണമെന്ന്. ആ ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഇടയായിട്ടുണ്ട്. കാരണം ഇതിന് ശേഷവും നാം പലയിടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ആലയവും ദൈവത്തിന് ആരാധനയുടെ ഒരു ഇടം മനുഷ്യൻ നിർമ്മിക്കുവാൻ വേണ്ടി ദാവീദൊക്കെ ഒത്തിരി സമ്പത്ത് സ്വരുക്കൂട്ടി വെച്ചു ഒരാലയം പണിയുവാൻ. ദൈവത്തോട് ആഗ്രഹം അറിയിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പണിയണ്ട എന്ന് പറഞ്ഞു. അത് പണിയാൻ പറയാൻ ആ ആലോചന പറയുന്നതിന് മുന്നമേ ദാവീദിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഈ മനുഷ്യ നിർമ്മിതമാകുന്ന സ്ഥലങ്ങളിലൊന്നും വസിക്കുന്നയാളല്ല, അങ്ങനെ നീ പ്രത്യേകിച്ച് ഒരു ഇടമൊന്നും എനിക്ക് വേണ്ടി പണിയേണ്ട ആവശ്യമില്ല. ശലോമോനും പ്രതിഷ്ഠ പ്രാർത്ഥന നടത്തുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാ, ദൈവമേ ഞങ്ങൾ പണിത ആലയം ബൃഹത്ത, ഭംഗി കൊണ്ട് ഇതിനെ പോലെ മനോഹാരിതയുള്ള മറ്റൊരു സംവിധാനമില്ല, എങ്കിലും അവിടുന്ന് ഇങ്ങനെ മനുഷ്യനിർമ്മിതമാകുന്ന ആലയങ്ങളിൽ വസിക്കുന്നവനല്ലല്ലോ എന്നൊക്കെ പറയുന്നതായി നാം കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വളരെ വിചിത്രമാകുന്ന ഒരു കാര്യമാണ് ദൈവം മോശയോട് ഇവിടെ പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവരെനിക്കൊരു മന്ദിരം പണിയുക എന്ന് മോശയോട് ദൈവം പറയുകയാണ്. ദൈവം പറയുകയാണ്, 1 മുതൽ നാം 25-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവരോട് പല പല സാധനങ്ങൾ ദൈവം ആവശ്യപ്പെടുകയാണ്. God is telling them, you bring, I have given you materials, I have given you the loot of Egypt. മിസ്രൈമിലെ
നിക്ഷേപങ്ങൾ, അവകാശങ്ങൾ, അനുഗ്രഹങ്ങൾ ഇവയൊക്കെ ദൈവം മോശയോട് പറയുകയാണ്, അവരോട് പറ, അവർക്ക് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അവര് ഈ സാധനങ്ങളൊക്കെ സ്വരുക്കൂട്ടി വന്നിട്ട് ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ വേണ്ടി അവരെനിക്കൊരു സ്ഥലം, ഒരു മന്ദിരം പണിയണം എന്ന് മോശയോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ ആഗ്രഹം എന്താ? ദൈവത്തിന്റെ ആഗ്രഹം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി എന്നിൽ കൂടെ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയരെ, ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറഞ്ഞ് ആരംഭിക്കട്ടെ. നമ്മിൽ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി ആരംഭിച്ചാൽ നാം ഇപ്പോൾ പ്രയോജനപ്പെടുന്നതിനെക്കാട്ടും എത്രയോ മെച്ചമായി പ്രയോജനപ്പെടുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ ഓർക്കണം. We can do much better if we have God on our side. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും അറിയേണ്ട ഒരു കാര്യം, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മെച്ചമായി തീരുന്നത് ദൈവത്തിന്റെ വിട്ടുമാറാത്ത നിതാന്തമാകുന്ന സാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. He can take our faculties. നമ്മുടെ കഴിവുകൾ, ഒരുപക്ഷെ നമുക്ക് ഒത്തിരി കഴിവുകൾ ഉണ്ടായിരിക്കും, എന്നാൽ നമ്മുടെ കഴിവുകളെ ദൈവികമായി ഉപയോഗിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവം അതിനകത്ത് ഇടപെടണം. ഐ മേ ബി എ ഗുഡ് സിംഗർ, ഞാൻ നല്ലപോലെ പാടുന്നയാളായിരിക്കും. ഐ മേ ബി എ ഗുഡ് ഒറേറ്റർ, നല്ല വാഗ്മിയായ ഒരാളായിരിക്കും. എങ്കിലും ഞാൻ പറയുന്ന വാക്കുകൾ മനുഷ്യരെ സ്പർശിക്കണമെങ്കിൽ, ഞാൻ പാടുന്ന പാട്ടുകൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ചലനം ഉണ്ടാക്കണമെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നന്നായി ഒത്തിരി പാടാൻ അറിയാത്തവരും ഒത്തിരി നന്നായി ഒക്കെ പ്രസംഗിക്കാൻ അറിയാത്തവരുടെ വാക്കുകൾക്ക് ആയിരങ്ങളെ ചലിപ്പിക്കുവാൻ കഴിഞ്ഞതിന്റെ പുറകിലത്തെ കാരണം അവരുടെ അതിൽ ലഘുവായിരുന്ന കഴിവുകളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവർ അസാധാരണ മനുഷ്യരായി തീരുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, മേക്ക് എ പ്ലേസ് ഫോർ മീ. എനിക്ക് വേണ്ടി ഇടം നിങ്ങൾ ഒരുക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ ഇന്ന് രാത്രി നിങ്ങൾ ഇതുവരെ പ്രയോജനപ്പെട്ടതിനെക്കാട്ടിലും എത്രയോ അഭിവൃദ്ധിയായി വർധനമായി ഞാൻ നിങ്ങളെ ഉപയോഗിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് കർത്താവ് പറയുകയാണ്. So he can take our faculties. Not only can he take our faculties, he can take our charisma. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ഒത്തിരി ഗിഫ്റ്റുകളുണ്ട്. ഒത്തിരി ആളുകൾ പലപ്പോഴും ഗിഫ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവിക അന്തരീക്ഷത്തെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. They fail to spend time in God's presence. Once they get a gift, ഒരിക്കലൊരു ദാനം കിട്ടിയാൽ, ഒരിക്കലൊരു ദൈവകൃപ കിട്ടിയാൽ, ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു അനുഗ്രഹത്താൽ ലഭിക്കുന്ന കൃപാവരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ഇടമുറിയാത്തൊരു ബന്ധത്തിലേക്ക് ഇരിക്കുവാൻ കഴിയാതെ പലപ്പോഴും ആ കൃപാവരം കൊണ്ട് അവർ നടന്നു പോകാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കേണ്ട ദൈവമക്കളോട്, കൃപാവരം നമ്മെ നടത്തത്തില്ല, ദൈവത്തിനെ നമ്മെ നടത്തുവാൻ കഴിയുള്ളൂ. God can lead us, not the gifts that he has given us. അങ്ങനെയെങ്കിൽ ദൈവം പറയുകയാണ്, I can make you better. എന്താ മോശയോട് ദൈവം പറഞ്ഞ കാര്യം എന്താണ്? മോശ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തിന്റെ അസാധാരണമാകുന്ന ഒരു റെവലേഷൻ കാണുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നു, വെന്ത് പോകുന്നില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനി അതർ ബേണിംഗ് ബുഷ്. മോസസ് ന്യൂ ദാറ്റ്. മറ്റെന്തിനെ പോലെ ഒന്നുമല്ല ദൈവത്തിന്റെ ഇടപെടൽ. സാധാരണയായി നടക്കുന്നു എന്ന് തോന്നുന്നതിലും അസാധാരണത്വം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ്. സൂം മീറ്റിംഗുകൾ സർവ്വസാധാരണമായി ഇപ്പോൾ നടക്കുകയാണ്, പക്ഷെ ഇതിന്റെ നടുവിലും അസാധാരണമാകുന്ന പ്രക്രിയകൾ ചെയ്യുവാൻ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് കഴിയാം. മരുഭൂമിയിൽ മുൾപ്പടർപ്പ് കത്തുക എന്നുള്ളത് സാധാരണ വിഷയമാണ്. Everywhere it burns, everywhere it burns. But this was a sight which was unfamiliar for Moses. മോശയ്ക്ക് അസാധാരണ ഒരു കാഴ്ചയാണ് ഇപ്പോൾ അവൻ കാണുന്ന കാഴ്ച. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, എല്ലാം സാധാരണമായി നമുക്ക് തോന്നിയേക്കാം. നമ്മുടെ യോഗങ്ങൾ സാധാരണമായി, നമ്മുടെ പാട്ടുകൾ സാധാരണമായി, വചന പ്രസംഗങ്ങൾ സാധാരണമായി ഒക്കെ തോന്നിയേക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ വെന്തുപോകാത്തതുപോലെ നമ്മെ കത്തിക്കുവാൻ കഴിയുന്ന ഒരു ആത്മസാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഉൾപ്പടർപ്പ് കത്തുന്ന അസാധാരണമാകുന്ന ഇടപെടൽ സന്ദർശനം നടക്കുന്ന സ്ഥലത്ത് മോശ ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് പറ്റത്തില്ല, ഞാൻ തടിച്ച നാവ, വിക്കിയ എന്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ
പിടിക്ക്, അസാധാരണമാകുന്ന ശക്തി എന്ന് പറഞ്ഞ് ദൈവം അവനെ തൊട്ടു എന്നല്ല ഇവിടെ വായിക്കുന്നത്. ദൈവത്തിന്റെ വാക്ക് മോശയോട്, മോശയെ ഞാനാണ് നിന്നെ നിർമ്മിച്ചത്. അങ്ങനെയല്ല ദൈവം മോശയോട് പറയുന്നു. മോശയോട് ദൈവം പറഞ്ഞു, മോശയെ ഞാൻ നിർമ്മിച്ചത്, ചെകിടനെ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്, മുടന്തനെ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്, അന്ധനെ ഞാനാണ് നിർമ്മിച്ചത്. എന്താ ദൈവമേ അങ്ങ് ഇങ്ങനെ പറയാൻ കാര്യം? ദൈവം പറയുകയാ, ശ്രദ്ധിക്കൂ, എല്ലാ ശാരീരിക കഴിവുകളുമുള്ള മനുഷ്യരുടെ ഇടയിൽ വൈകല്യമുള്ള ചിലരെ ദൈവമാണ് അനുവദിച്ചെന്ന് ദൈവം പറയുകയാണ്. ആ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തുള്ളൂ. അസാധാരണമാകുന്ന തീ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് മോശയോട് ഒറ്റ വാക്ക് പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ നാക്കിന്റെ കെട്ടിനെ മാറ്റാം. പക്ഷേ ദൈവം പറയുകയാണ്, I want to send you with your weakness. നിന്റെ ബലഹീനതയുമായി, നിന്റെ ഫാക്കൽറ്റിയിൽ, നിന്റെ നാവിൽ വന്നിരിക്കുന്ന കെട്ടുകൊണ്ട് ഞാൻ നിന്നെ അയക്കാൻ വേണ്ടി തുടങ്ങുകയാ. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മോട് കൂടെ വസിക്കുവാൻ വേണ്ടി തുടങ്ങിയാൽ, നമ്മൾ ദൈവത്തിന് ഇടമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ, വി മേ ബി ഇംപയർഡ്. നമുക്ക് ഒത്തിരി വൈകല്യങ്ങൾ കാണും. പക്ഷെ വൈകല്യങ്ങളില്ലാത്ത ദൈവം നമ്മിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, എല്ലാ കഴിവുകളുമുള്ള മനുഷ്യരെ ദൈവം ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി ബലഹീനതകളുള്ള ഒരു മനുഷ്യരെ ദൈവം ഉപയോഗിക്കുന്നത് തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. There is a glorious difference എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മഹത്വകരമാകുന്ന അന്തരമുണ്ട്. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് ശ്രമിക്കുന്ന ദൈവമക്കളും എന്നോട് ചേർന്ന് ഇതിനകത്ത് ആമേൻ പറയും. കർത്താവെ, കഴിവുകളൊന്നും പലതും നിരത്തി ലോകത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് പറയുവാൻ ഇല്ലായിരുന്നിട്ട് പോലും ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ഇന്ന് രാത്രി ഞങ്ങളെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് അസാധാരണമാകുന്ന ദൈവിക കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. When God is in us. ശ്രദ്ധിക്കൂ, ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഉടമ്പടിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷേ കുറച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആ പ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി പ്രാപ്തരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രാപ്തരായി തീരണം. ജനത്തെ ദൈവം മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ചെങ്കടന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ജനം ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. മോശ വടി ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം പറഞ്ഞു. രാത്രിയിൽ കാറ്റ് ദൈവം അടുപ്പിച്ചു. അവരെല്ലാം ആർപ്പോടുകൂടെ അക്കരയ്ക്ക് കടക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. അക്കരയ്ക്ക് ചെന്ന് അവർ തുള്ളിച്ചാടി ആരാധിക്കുകയാണ്. ദൈവം ചെയ്ത വിടുതലിനെ ഓർത്തിട്ട്, ദൈവം നടത്തിയ വഴികളെ ഓർത്തിട്ട്, ദൈവം യുദ്ധം ചെയ്തു നോക്കി നിന്നാൽ മാത്രം മതിയായിരുന്നു. എന്നാൽ മരുഭൂമിയിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമാലേക്കർ അവർക്ക് വിരോധമായി വന്നു. അമാലേക്കർ വിരോധമായി വന്നപ്പോൾ അവർ ഈ പ്രാവശ്യം ഓർത്ത് കാണും, യുദ്ധം ദൈവം ചെയ്തോളൂ, നോക്കി നിൽക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ ദൈവം മോശയോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യത്തെ യുദ്ധം കഴിഞ്ഞ യുദ്ധം പോലെയല്ല, ഇനിയും ഞാൻ നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. മോശെ, നീ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറ്. പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്റെ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. താഴ്വരയിൽ യോശുവയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കട്ടെ. എപ്പോൾ വരെ കരങ്ങൾ ഉയർന്നിരുന്നോ അപ്പോൾ വരെ താഴ്വരയിൽ യുദ്ധം ജയിച്ചുകൊണ്ടിരുന്നു. എപ്പോൾ കരം താണോ അപ്പോൾ യുദ്ധം തോൽക്കുവാൻ തുടങ്ങി. എന്താ അത് കാണിക്കുന്നത്? ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ദൈവം ചെയ്ത ഉടമ്പടിയിൽ ദൈവം പറയുകയാണ്, ഐ നീഡ് പീപ്പിൾ വിത്ത് ഈക്വൽ റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്വം വഹിക്കുവാൻ വേണ്ടി എപ്പോഴും മനസ്സൊരുക്കമുള്ള ഒരുപറ്റം ആളുകളെ എനിക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിൽ ശ്രമിക്കുന്ന അനേക ദൈവമക്കളോട് വിളിച്ചു പറയുകയാണ്, ദേശത്തിൽ ഉണ്ടാകുന്ന പല പരാജയങ്ങൾക്കും കാരണങ്ങൾ ഒന്ന്, ഉയർത്തേണ്ടവന്റെ അടുത്തേക്ക് കരങ്ങൾ ഉയർത്താതെ, താങ്ങേണ്ട കരങ്ങളെ താങ്ങാതെ വണ്ണം പല കരങ്ങളും താണുപോയത് താഴ്വരകളിൽ പല യുദ്ധങ്ങളും തോറ്റുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കൂ, മോശ കരം ഉയർത്തിപ്പിടിക്കുമ്പോൾ താഴ്വരയിൽ യുദ്ധം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനുഷ്യനല്ലേ, കുറച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു, കൈ താണു. അന്നേരത്തേക്കിന് താഴേന്ന് രണ്ടുപേർ ഓടിച്ചെല്ലുകയാണ്. അച്ഛൻ മാറ് എന്ന് പറഞ്ഞിട്ട് അഹരോൻ പറയുക, ഇനി ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞാൽ യുദ്ധം ജയിക്കത്തില്ല. കൂരി പറയുകയാണ്, ഇനി ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞാലും ജയിക്കത്തില്ല. രണ്ടുപേരും മോശയുടെ കരം മാറ്റിയിട്ട് ഞങ്ങളുടെ കരം ഉയർത്തിയാലും ഇതേ കാര്യം നടക്കുമെന്ന് പറഞ്ഞ് അവർ കരം ഉയർത്താൻ നിന്നില്ല. അവർ ചെയ്ത കാര്യം എന്നെ ഒത്തിരി ആശ്ചര്യപ്പെടുത്തി. അവർ മോശയുടെ കരത്തെ
താങ്ങിപ്പിടിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. They began to lift Moses' hand. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുക, താങ്ങിപ്പിടിക്കുന്നവന്റെ കരങ്ങൾ ഏതാണെന്ന് ഇന്ന് രാത്രി നാം നോക്കണം. Praise the Lord. ദൈവസഭയ്ക്ക് പലയിടങ്ങളിലും വന്നിരിക്കുന്ന പരാജയങ്ങൾ, വ്യക്തിപരമായ അജണ്ടകൾ മുൻപോട്ട് വെച്ചിട്ട് താഴ്വരകളിൽ പല യുദ്ധങ്ങളും തോൽക്കുന്ന സ്ഥിതിയിലേക്ക് ദൈവസഭ പലയിടങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ജനത്തെ ഓർപ്പിക്കട്ടെ, നാം ആരുടെ കരത്തെയാണ് താങ്ങുന്നത് എന്ന് ഇന്ന് രാത്രി നാം അറിയണം. We should understand whose hands we are helping to rise. നാം ആരുടെ കരത്തെയാണ് താങ്ങി ഒന്ന് പിടിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുന്നത്. പലരും അവരവരുടെ അജണ്ടകൾ നടത്തിക്കൊണ്ടിരിക്കുക, പക്ഷെ താഴ്വരയിൽ യുദ്ധം തോറ്റുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മ വിളിച്ചു പറഞ്ഞു, we need to discern whose hands we are holding up. പ്രിയരെ ശ്രദ്ധിക്കണേ, ചില യുദ്ധങ്ങളൊന്നും നാം വലുതായി പ്രാർത്ഥിച്ചൊന്നുമില്ല. കഴിഞ്ഞ നാളുകളിലെ പല വിടുതലുകളും നാം വലുതായിട്ടൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. ഇന്ന് രാത്രി പ്രിയരോട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കാത്ത എത്രയോ വിഷയങ്ങൾക്ക് നാം പോലും ചോദിക്കുന്നതിന് മുന്നമേ ദൈവം എത്ര മറുപടികൾ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ അതിനെക്കാട്ടിലും എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ നന്നായി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്, നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, ഏത് പ്രാർത്ഥനയുടെ മറുപടി ആയിരുന്നു മഹത്വകരമായിട്ട് നമുക്ക് തോന്നിയത്? which answer was more glorious? പ്രാർത്ഥിക്കാതെ നമുക്ക് കിട്ടിയതാണോ, അതോ പ്രാർത്ഥിച്ചു നിലവിളിച്ച് ഹല്ലേലൂയ മുറിവുകളൊക്കെ ഏറ്റെടുത്തതുപോലെ നമുക്ക് മറുപടി ലഭിച്ച പ്രാർത്ഥനകളാണോ? ഇതിനകത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നാം അല്പം ബുദ്ധിമുട്ടിയതും ക്ലേശം അനുഭവിച്ചൊക്കെ നമുക്ക് മറുപടി കിട്ടിയ പ്രാർത്ഥനകളുടെ മറുപടികളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്ര ആവേശമായിരുന്നു. കാരണം നാം ദൈവസന്നിധിയിൽ അത് പ്രാപിച്ചെടുത്തു എന്നുള്ള ഒരു ആവേശമാണ്. പ്രിയരെ, ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മെ കുറിച്ച്. നാം ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ഒരിടം നൽകി കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ വേണ്ടി അവരെനിക്കൊരിടം ഉണ്ടാക്കി നൽകി തരണം. ആദ്യമായി ദൈവം ഈ ജനത്തെ കാണുമ്പോൾ സീനായി പർവ്വതത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. ആ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമൊക്കെ ദൈവം തന്നെ ഉണ്ടാക്കി. പർവ്വതം മനുഷ്യനുണ്ടാക്കിയതല്ല, ദൈവം ഉണ്ടാക്കിയത്. ദൈവം മോശയോട് ഇത്ര കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അവരോട് പറയുക, പർവ്വതം തൊടരുത് എന്ന് മാത്രം പറയുക, പർവ്വതത്തിൽ ആരും കയറി വരുത് എന്ന് മാത്രം പറയുക. പർവ്വതത്തിൽ ഞാൻ ഇറങ്ങി വന്ന് അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി കൊടുക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുക. വിടുവിക്കപ്പെട്ട സമൂഹത്തെ ദൈവവചനത്തിന്റെ പ്രമാണത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. സീനായി വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുന്നതിന് മുന്നമേ വിടുതൽ പ്രാപിച്ചവരെല്ലാവരും വാഗ്ദത്ത ദേശത്തിൽ എത്തണമെന്നില്ല. വിടുതൽ പ്രാപിച്ച് ഇറങ്ങിയവർ ദൈവത്തിന്റെ നിയമോപദേശങ്ങൾ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ ദൈവം നൽകിക്കൊടുക്കുന്ന ഇടത്തിൽ വന്ന് അവരെ തന്നെ ശുദ്ധീകരിച്ച് മാത്രമേ വാഗ്ദത്ത ദേശത്തിലേക്ക് കടന്നു പോകുവാൻ കഴിയുകയുള്ളൂ. ഡെലിവേർഡ് ആയി എന്നോർത്തുകൊണ്ട്, വിടുവിക്കപ്പെട്ടു എന്നോർത്തത് കൊണ്ട് നാം വാഗ്ദത്ത സ്ഥലത്ത് വേണ്ടി ഒരുക്കപ്പെടണമെന്നില്ല. വി നീഡ് ടു ബി എ സാങ്ക്ടിഫൈഡ് കമ്മ്യൂണിറ്റി. നാം ശുദ്ധീകരണം പ്രാപിക്കുന്ന ഒരു സമൂഹമായി തീരണം. അങ്ങനെയെങ്കിൽ ദൈവം ആദ്യം മോശയും ജനത്തെയും ഒരു പർവ്വതത്തിന്റെ അരികിൽ കൊണ്ടുവന്നു. അവിടെ ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി തുടങ്ങി. ദൈവം പറഞ്ഞ, ആരും ഇത് തൊടരുത്, ആരും ഇതിലേക്ക് കയറി വരരുത്. എന്താ ദൈവമേ അങ്ങനെ പറയുവാൻ കാരണം? ദൈവത്തിന്റെ മറുപടി, unmediated presence of God is so awesome that it is unbearable. അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന്റെ സാന്നിധ്യം, അതിന്റെ നടുവിൽ ഒരു ക്രമീകരണം, ഒരു മധ്യസ്ഥത ഇല്ലെങ്കിൽ അത് നമുക്ക് വഹിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിനും മനുഷ്യരുടെയും നടുവിൽ ഏക മധ്യസ്ഥൻ ഒരുവൻ, ദ മാൻ ക്രൈസ്റ്റ് ജീസസ്. അങ്ങനെയാണ് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഏക മധ്യസ്ഥൻ. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അതേ നിലവാരത്തിൽ അറിയുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. അവനോട് കാര്യങ്ങൾ അറിയിക്കാൻ ഒരു മനുഷ്യൻ തന്നെ. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാർത്ഥമായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു മനുഷ്യൻ
ഉയരത്തിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുകയാണ്. That is why we can come into the presence of God. Why? Because we have a mediator in between God and man. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥനായി കർത്താവ് നമ്മുടെ അരികിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കൂ, ഈ പർവ്വത അനുഭവത്തിന് ശേഷം ദൈവം 25-ാമത്തെ അധ്യായം തുടങ്ങി പുറപ്പാടിൽ ദൈവം ഓർപ്പിക്കുകയാണ് ജനത്തോട്, നിങ്ങൾ എനിക്ക് വേണ്ടി പാർക്കുവാൻ ഒരു സ്ഥലം പണിയണം. ഏത് മാതൃകയില്ല, ദൈവം എങ്ങനെയാണോ പർവ്വതത്തിൽ ഇറങ്ങി വന്നത് അതുപോലെ തന്നെ ഈ കൂടാരത്തിലും ദൈവം വസിക്കുവാൻ വേണ്ടി പോകുകയാണ്. പർവ്വതത്തിലും ദൈവത്തിന്റെ മേഘം ഇറങ്ങി, കൂടാരത്തിന്മേലും ദൈവത്തിന്റെ മേഘം നിലനിൽക്കുകയാണ്. പർവ്വതത്തിലേക്ക് മോശ കയറി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുന്നു, കൂടാരത്തിലും മോശ കയറി ചെല്ലുവാൻ വേണ്ടി ദൈവം ആഹ്വാനം ചെയ്യുന്നു. പർവ്വതത്തിൽ ദൈവത്തിന്റെ തേജസ് ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ കൂടാരത്തിൽ ദൈവത്തിന്റെ തേജസ് ജനത്തിന് സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ്. പർവ്വതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ആളുകളെ ഭയപ്പെടുത്തി, എന്നാൽ പാളയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കൂടാരത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ തേജസ് ഇരിക്കുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണ്. എങ്കിലും ദൈവം പറയുക, പർവ്വതം ഞാൻ ഒരുക്കി തന്നതാ, പക്ഷേ കൂടാരം നിങ്ങൾ പണിയണം. എന്താ ദൈവമേ അങ്ങനെ പറയാൻ കാര്യം? ദൈവം പറയുകയാണ്, some things are so sacred that if it is given by God we cannot handle it. പല കാര്യങ്ങളും ദൈവം നമുക്ക് തരുന്ന പല കാര്യങ്ങളും അതിന്റെ ആ ദൈവമഹത്വം ദൈവം തന്നെ നൂലെ കെട്ടി ഇങ്ങോട്ട് ഇറക്കി തന്നാൽ നമ്മുടെ കയ്യിലൊന്നും അത് ഇരിക്കത്തില്ല. ദൈവം പറയുകയാണ്, നമ്മൾ അതൊന്ന് പണിയാൻ വേണ്ടി ഒരുക്കപ്പെടണം. എന്താ പറഞ്ഞതിന്റെ ആശയം? ഒരു ഉദാഹരണം പറഞ്ഞാൽ അർത്ഥം മനസ്സിലാകും. ഒന്നാമത്തെ പ്രാവശ്യം പർവ്വതത്തിലേക്ക് മോശ കടന്നു ചെന്നപ്പോൾ മോശ വെറും കൈയായിട്ട് അങ്ങോട്ട് പോയെങ്കിൽ കയ്യിൽ തിരിച്ച് 2 കൽപ്പലകൾ പിടിച്ചോണ്ടാണ് തിരിച്ചു വന്ന് താഴെ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ആ കാഴ്ച കണ്ടപ്പോഴത്തേക്കിന് മോശ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കൽപ്പലകൾ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം ഒത്തിരി ഫലകങ്ങളും ഒത്തിരി കാര്യങ്ങളും ഒക്കെ പല ഇടങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറേ ഉള്ളൂ. സാക്ഷാൽ ദൈവത്തിന്റെ വിരലുകൊണ്ട് ദൈവം മാനുഫാക്ചർ ചെയ്ത കൽപ്പനകൾ എടുത്തുകൊണ്ട് താഴേക്ക് വന്നപ്പോൾ ആ കോപം കൊണ്ട് എറിഞ്ഞങ്ങ് താഴെ ഇട്ടു. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കൽപ്പനകൾ. അതാ ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ സേക്രഡ് ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം 34-ാമത്തെ അധ്യായത്തിൽ മോശ വീണ്ടും പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആ പഴയതുപോലെ ആ നിയമം എഴുതിയ ആ കൽപ്പനക തന്നായിരുന്നെങ്കിൽ കൊള്ളാം ആയിരുന്നു പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോശ വരട്ടെ, ഞാൻ എഴുതാം, പക്ഷെ ഈ പ്രാവശ്യം നീ ഉണ്ടാക്കണം, നീ പലക ചെത്തിയെടുത്തോണ്ട് വരണം. ഒന്നാമത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി തന്നു. ഈ മോശയും ചേട്ടൻ അഹരോനും നല്ല കൈവിരുതുള്ളവരാണ്. ചേട്ടൻ കാളക്കുട്ടി പണിയാൻ വേണ്ടി മിടുക്കനാ, മോശ കൽപ്പലക പണിയാൻ വേണ്ടി മിടുക്കൻ. അതവിടെ നിൽക്കട്ടെ, മറ്റൊരു ചിന്ത തന്നെയാണ്. അപ്പോൾ മോശയോട് ദൈവം പറയുക, നീ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുന്നമേ താഴോട്ട് പോയപ്പോൾ ഒരെണ്ണം എറിഞ്ഞ് ഉടച്ചു കളഞ്ഞില്ലേ, അതുപോലെ ഒരെണ്ണം ചെത്തി എടുത്തോണ്ടെങ്കിൽ മുകളിലേക്ക് വരണം. പ്രിയരെ, ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ആ കൽപ്പലക പിന്നെ ഇതുവരെ താഴെ ആരും ഇട്ട് പൊട്ടിച്ചിട്ടില്ല. എന്താ കാര്യം? അതിനകത്ത് മോശയ്ക്ക് ഒരു പ്രത്യേകത, മോശ നിർമ്മിച്ച ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നാം നിർമ്മിക്കുന്ന പലതിനും ഒരു സസ്റ്റനൻസ് അല്ലെങ്കിൽ അല്പം കൂടെ കാലാവധി ഉണ്ടെന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവം പറയുക, നമ്മളും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി എടുക്കണം. വാടക വീട്ടിൽ താമസിക്കുന്ന പോലല്ല സ്വന്തം വീട്ടിൽ നമ്മൾ താമസിക്കണം. വാടക വീട്ടിൽ എങ്ങനെങ്കിലും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ മാറിപ്പോകണല്ലോ. സ്വന്തം വീടൊന്നും അങ്ങനൊന്നും ആരും വന്നിട്ട് നശിപ്പിക്കാൻ നമ്മൾ ആരും അനുവദിക്കത്തില്ല. ചിലരൊക്കെ ചില സഭയിലൊക്കെ ശുശ്രൂഷയിലൊക്കെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചിലർ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ചിലരൊക്കെ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്, പാസ്റ്റർക്ക് 1-2 വർഷം കഴിഞ്ഞിട്ട് അങ്ങ് പോകാം, ഞങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, ഇത് ഞങ്ങളുടെ സ്വന്തമാണ്. പാസ്റ്റർമാരായ ഞങ്ങൾക്ക് ഒത്തിരി ദുഃഖം തോന്നാറുണ്ട്. കാരണം അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾ ഇത് തന്നെയാണ് കേൾക്കുന്നത്. കുറച്ച് വർഷം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലം ചെല്ലുമ്പോഴും എവിടെ ചെന്നാലും ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിലും ശ്രദ്ധിക്കണേ, അപ്പൊ അവരവരുടേത് സ്വന്തം എന്ന് തോന്നുന്നതിന് അല്പം കൂടെ കാലാവധി
ഉണ്ടെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് ദൈവം പറയുകയാണ്, റെസ്പോൺസിബിലിറ്റി മനുഷ്യൻ എടുക്കണം. ആ റെസ്പോൺസിബിലിറ്റി മനുഷ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് നാളുകൾ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം തിരിച്ചറിഞ്ഞിട്ട് പറയുക, മോശേ ഈ പ്രാവശ്യം നീ കയറി വരുമ്പോൾ നീ റെസ്പോൺസിബിൾ ആയിട്ട് എടുത്തുകൊണ്ട് കൽപ്പലക ഉണ്ടാക്കിക്കൊണ്ട് വരണം. ഞാൻ അതിൽ എഴുതാൻ വേണ്ടി ഒരുക്കപ്പെടും. ശ്രദ്ധിക്കൂ, ആ പ്രാവശ്യം മോശ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിക്കുവാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം നമ്മുടെ ഭാഗം നിർവഹിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ ഇതുവരെ പ്രകാശിക്കാത്തതുപോലെ പ്രകാശിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് അറിയാം. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ആ ദൂതിന് ആമേൻ പറയുവാൻ കഴിയും? We are ready to do our part. If we are ready to be responsible, നാം ഉത്തരവാദിത്വത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ ഒരുക്കപ്പെട്ടാൽ ഇതുവരെ പ്രകാശിക്കാത്തതുപോലെ നമ്മെ പ്രകാശിപ്പിക്കുവാൻ അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. Hallelujah. So what? ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മേക്ക് എ സ്പേസ്. ആളുകളോട് പറയുക, നിങ്ങളുടെ കയ്യിൽ നൂലുണ്ട്, പല നിറത്തിലുള്ള. 25-ാമത്തെ അധ്യായം വായിച്ചാൽ മതി. നീല നൂൽ നിങ്ങളുടെ കയ്യിലുണ്ട്, ചുവന്ന നൂൽ നിങ്ങളുടെ കയ്യിലുണ്ട്, പലതരത്തിലുള്ള തോല് നിങ്ങളുടെ കയ്യിലുണ്ട്, കരിരവര നിങ്ങളുടെ കരുത്തിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാം ദൈവം നിങ്ങളുടെ കരത്തിൽ നൽകി തന്നിരിക്കുകയാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. യു ഹാവ് ടു ബിഗിൻ ടു സെറ്റ് ഇറ്റ് അപ്പ്. നിങ്ങൾ അതിനെ ഒന്ന് ക്രമീകരിച്ച്, നിങ്ങൾ അതിനു വേണ്ടി ഒരു വളർച്ച നേടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയേ ഞാൻ എന്റെ സാന്നിധ്യം അതിനകത്ത് നിറയ്ക്കാൻ വേണ്ടി ഒരുക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഈ ദിനങ്ങളിൽ നമ്മോട് പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നാം സ്ഥലവും ഇടവും സമയവും ഒക്കെ മെനക്കെടുത്തി ഒരുക്കാറുണ്ട്. ദൈവത്തിന് വേണ്ടി എത്ര സ്ഥലവും ഇടവും സമയവും നാം ഒരുക്കാറുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ആരാധനകൾ പോലും പലപ്പോഴും ദൈവികമാകുന്ന വിഷയങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന പലതിനും വേണ്ടി നാം ഇടമൊരുക്കാറുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ആരാധന വെളിപ്പെടുന്ന സ്ഥലത്ത് മറ്റൊന്നിനും നമ്മൾ ഇടം കൊടുക്കാൻ പാടില്ല. അനുഗ്രഹിക്കപ്പെട്ട യോഗം നടക്കുന്ന സ്ഥലത്ത് മറ്റൊരു കൂടിവരവിന് വേണ്ടിയുള്ള ഇടമാക്കി നാം മാറ്റരുത്. ശ്രദ്ധിക്കു പ്രിയരെ, ചില സ്ഥലങ്ങൾ കൊണ്ട് നമുക്കൊക്കെ ഇടയ്ക്കൊക്കെ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടായി. ഒരു സ്ഥലത്ത് വെച്ച് വാഹന അപകടം ഉണ്ടായാൽ വീണ്ടും അതേ സ്ഥലത്തൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരോട് പറയും, ഈ സ്ഥലത്ത് വന്നപ്പോഴാ എന്നെ വണ്ടി ഇടിച്ചത്, ഇന്ന ഇടത്ത് വെച്ചാണ്. അത് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ആ സ്ഥലത്തെ കുറിച്ച്. ശ്രദ്ധിക്കു പ്രിയരെ, നാം ആരാധിക്കുന്ന ആലയത്തില് ആരാധനയല്ലാതെ മറ്റെന്തെങ്കിലും സംഭവിച്ചാല് വീണ്ടും അവിടെ വന്നിരുന്ന് ആരാധിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ദൈവികമായ കാര്യങ്ങളല്ലായിരിക്കും. ഈ സ്ഥലത്ത് വെച്ചാണ് ഇന്ന കാര്യമൊക്കെ ഉണ്ടായത്, ഇന്ന വാക്ക് ഇന്ന വ്യക്തി എന്നോട് പറഞ്ഞത് ഈ സ്ഥലത്ത് വെച്ചാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സർക്കസിൽ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ആരാധന നടത്തിയാൽ ആളുകൾക്ക് ഓർമ്മ ആരാധനയെക്കാട്ടിലും ഇവിടെ നടന്ന സർക്കസ് ആയിരിക്കും ആളുകൾക്ക് കൂടുതലും ഓർമ്മ വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർപ്പിക്കുകയാണ്, മേക്ക് എ സ്പേസ് ഫോർ മീ. ഞാൻ വസിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളൊരു മന്ദിരം ഉണ്ടാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ, നിർമ്മിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. പറ എന്ന വാക്കാണ്. മേക്ക് എന്നുള്ളത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ സൃഷ്ടിപ്പിന്റെ അവകാശവും അധികാരവും ഉള്ളത് ദൈവമാണ്. പിന്നെ എന്താണ് ദൈവം ഇവരോട് പറയുന്നത്? നിർമ്മിക്കാൻ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അസ എന്നുള്ള വാക്കാണ്. ആ വാക്കിന്റെ ഒരർത്ഥം എത്തിക്കലി ഒബ്ലിഗേറ്റഡ്, ധാർമ്മികമാകുന്ന ഉത്തരവാദിത്വം. എന്താണ് അതിന്റെ ആശയം? മൊർദെഖായി എസ്തേറിനോട് പറയുന്ന വാക്ക്, നിന്നെ ഈ നാഴികയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇപ്പോൾ ഒരു രാജ്ഞിയാക്കി വെച്ചിരിക്കുന്നത്. മേ ബി ഫോർ എ ടൈം ആസ് ദിസ്. നിനക്ക് സന്തോഷമായിട്ടോ ഒരു രാജ്ഞിയായിട്ടിരിക്കുവാൻ വേണ്ടിയല്ല. God has appointed you for a time such as this. ഇതുപോലെ ഒരു സമയത്തിന് വേണ്ടിയായിരിക്കും നിന്നെ ദൈവം ഉയർത്തിയത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് ഓർപ്പിക്കുകയാ, ഇതുപോലുള്ള ഒരു സമയത്തിന് വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരുന്നത്. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവകൃപ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു സമയത്തിന് വേണ്ടിയായിരിക്കും.
ഇതുപോലത്തെ ഒരു നാഴികയ്ക്ക് വേണ്ടി ആയിരിക്കും ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നാം മിണ്ടാതിരുന്നാൽ, മൊർദെഖായി എസ്തേറിനോട് പറയുന്ന വാക്ക, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, ഡോണ്ട് തിങ്ക് ദാറ്റ് ഗോഡ്സ് വർക്ക് വുഡ് ബി സ്റ്റോപ്പ്. ദൈവത്തിന്റെ പ്രവൃത്തി നിൽക്കത്തില്ല. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുക, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഇത്രയും പ്രയോജനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ നടത്തിയ ഇത്രയും നന്മകൾ ഞാൻ പകർന്നു നൽകി തന്ന ഇത്രയും അനുഗ്രഹങ്ങൾ ഞാൻ പകർന്ന എത്തിക്കലി ഒബ്ലിഗേറ്റഡ് ആയിട്ടുള്ള ധാർമ്മികമാകിയിട്ട് ആ ഉത്തരവാദിത്വമുള്ള പലരും മൗനമായിട്ടിരിക്കാൻ തുടങ്ങിയാൽ, Hallelujah. Hallelujah. God is asking, I have a place, but you need to make a place for me. സ്തോത്രം. ഒരു പുരോഹിതൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഏലി എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയുന്നത് വചനം ദുർലഭമായിരുന്നു. എലായി, വാട്ട് ഈസ് യുവർ വർക്ക്? വേദപുസ്തകത്തിൽ ഇരുന്ന് ശുശ്രൂഷിച്ച ഒരു പുരോഹിതനെ ഞാൻ കാണുന്നുള്ളത് ഏലിയ. ബാക്കിയുള്ളവർ നിന്നുകൊണ്ടാണ്. എലായി ഈസ് ദി ഓൺലി പ്രീസ്റ്റ്. ഇരുന്നുകൊണ്ട് പുള്ളി പോവുകയും ചെയ്തു. സ്തോത്രം. ശൗലിനോട് വീണ്ടും ശമൂവേൽ വന്നിട്ട് പറയുക, നീ ഈ കാര്യത്തിൽ കയറി ഇടപെടാനല്ലല്ലോ ദൈവം നിന്നോട് പറഞ്ഞത്. Hallelujah. You are not more. നാം ഒബ്ലിഗേറ്റഡ് അല്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ടു. നാം ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പലതും മാറി നിന്നു. Hallelujah. Hallelujah. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് പറയുകയാണ്, ദൈവം പകർന്നു നൽകി തന്നിരിക്കുന്ന അതിനെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ട് ഇന്ന് രാത്രി നാം എന്താണ് ചെയ്യുന്നത്? മേക്ക് എ സ്പേസ് ഫോർ മീ. ലോകം, അഖിലാണ്ടം ദൈവം നമുക്ക് വേണ്ടി ഉണ്ടാക്കി. എന്നിട്ട് ദൈവം നമ്മളോട് പറയുക, നിങ്ങൾ എനിക്ക് വസിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കുക. മേക്ക് എ സ്പേസ് ഫോർ ഗോഡ്. Hallelujah. God has given us the best. സമയം കഴിയുന്നുണ്ട്, നിർത്തട്ടെ. God has given us everything that we need. What are we giving God back? ദൈവത്തിന് നാം എന്താണ് തിരിച്ച് മടക്കി നൽകി കൊടുക്കുന്നത്? എന്ത് സ്പേസ് ആണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ളത്? We have made space for many things. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ പലതിൽ നിന്നും ഒന്ന് അകറ്റി മാറ്റിയത് maybe for us to make a space for God. ദൈവത്തിന് ഇടപെടാൻ വേണ്ടി ഒരു സ്ഥലം ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, മനുഷ്യൻ ദൈവം നിർമ്മിച്ച മൃഗത്തിന് അതിന്റെ ശബ്ദത്തിൽ മാത്രമേ അതിന്റെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ഒരു പക്ഷിക്ക് അതിന്റെ ശബ്ദത്തിൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അതിന് കഴിയത്തുള്ളൂ. ഈ ഭൂമിയിലുള്ള സകല സർവ ചരാചരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ മനുഷ്യന് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ, അവനെ വർണ്ണിച്ചുകൊണ്ട് ആരാധിക്കുവാനുള്ള ജ്ഞാനം ദൈവം പകർന്നു കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷിക്കും പറയുവാൻ കഴിയത്തില്ല നീ 10,000ങ്ങളിൽ സുന്നതനാണെന്ന്. ഒരു മൃഗത്തിനും പറയുവാൻ കഴിയത്തില്ല നീ കാരുണ്യവാനാകുന്ന ദൈവമാണെന്ന്. ഇന്ന് രാത്രിയിൽ നമുക്ക് മാത്രം ദൈവം സൃഷ്ടിച്ച് കഴിവുകൾ കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ദൈവത്തിന്റെ ആലോചന കൊണ്ട് നിറച്ച് നമ്മെ ഇവിടെ വരെ കൊണ്ടുവന്ന നമുക്ക് മാത്രമേ ദൈവത്തെ ആ വിധത്തിൽ സ്തുതിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, നാം ഈ രാത്രിയിൽ സ്തുതിക്കുവാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who resides in the praise of his people. തന്റെ ജനത്തിന്റെ ആരാധനയുടെ നടുവിൽ, സ്തുതിയുടെ നടുവിൽ, സ്തോത്രത്തിന്റെ നടുവിൽ വസിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാനും നിങ്ങളും ഇരിക്കുന്ന ഇടങ്ങളിൽ ഇന്ന് രാത്രി ഇരുന്ന ദൈവത്തെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്തുതികളിന്മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ
ദൈവത്തിന് നാം ഇടം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാത്രി മറ്റൊന്നിനും പിന്നെ അവിടെ ഇടമില്ല. മറ്റൊന്നിനും പിന്നെ അവിടെ ഇടമില്ല. ഇന്ന് രാത്രി ആത്മാർത്ഥമായി വിശ്വസിച്ചോ, ഈ പ്രാർത്ഥനയിൽ പറയുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, പിന്നെ അവിടെ മറ്റൊന്നിനും ഇട ഇല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഇതിൽ നിന്ന് ഈ സാഹചര്യത്തിൽ നിന്ന് നാം പുറത്തിറങ്ങുമ്പോൾ ആത്മാർത്ഥമായി പറയണം, കർത്താവേ എനിക്കിനി മറ്റൊന്നിനും ഇടമില്ല. ഐ ഹാവ് എ സ്പേസ് ഫോർ യു ആൻഡ് ഫോർ യു അലോൺ. നിനക്ക് മാത്രം ഒരിടം ഞാൻ ഒരുക്കുകയാണ്. നിന്നെ സ്തുതിക്കുവാൻ വേണ്ടി ഞാൻ ഒരു ഇടം ഒരുക്കുകയാണ്. ഇനി എന്റെ ആലയം തുറക്കുന്നെങ്കിൽ, നിബന്ധനകളൊക്കെ പലതും പറയുന്നുണ്ടല്ലോ, ഇനിയും എന്റെ ആലയം തുറക്കുന്നെങ്കിൽ അത് അല്ലെങ്കിൽ യോഗത്തിന്, പ്രാർത്ഥനയ്ക്ക്, ആരാധനയ്ക്കുള്ള ഇടമാണ്. മറ്റൊന്നിനും വേണ്ടി ഞങ്ങളുടെ ഇടങ്ങൾ മറ്റൊരു ദുർശബ്ദം ഉയരുവാൻ വേണ്ടിയല്ല. ഉയരുന്നെങ്കിൽ സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തിന് വേണ്ടി മാത്രം ഉയരുന്ന സ്തുതി സ്തോത്ര യാഗാർപ്പണങ്ങളുടെ ശബ്ദം മാത്രം ഞങ്ങളുടെ ആലയത്തിനകത്തുനിന്ന് ഉയരുമെന്ന് ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന് ആത്മാവിൽ ഓർപ്പിക്കട്ടെ. നമ്മുടെ സ്ഥലത്തെ മെനക്കെടുത്തുന്ന, നമ്മുടെ സ്ഥലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദേശിക ജാതിക ശക്തികൾ എത്ര പ്രബലമാണെങ്കിലും ഇന്ന് രാത്രിയിൽ അത് വിട്ടുമാറി പോകുമെന്ന് ആത്മാവ് ജനത്തോട് ദൂത് വിളിച്ചു പറയുകയാണ്. When we make place for God, ദൈവത്തിന് വേണ്ടി നാം ഇടം ഒരുക്കുവാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ മറ്റൊന്നിനും ആ ഇടം തിരിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ആമേൻ, ആമേൻ. ഫെലിസ്ത്യർ ദൈവത്തിന്റെ പെട്ടകം എടുത്തുകൊണ്ട് ദാഗോൻ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. രണ്ട് ശക്തികൾ ഒരു രാത്രിയിൽ ഒരു സ്ഥലത്തിരിക്കുകയാണ്. പിറ്റേ ദിവസം ദാഗോന്റെ ക്ഷേത്രം തുറന്നപ്പോൾ ക്ഷേത്രത്തിൽ നിർത്തിയിരിക്കുന്ന ബിംബം മുൻപോട്ട് വീണിരിക്കുകയാണ്. അർത്ഥം എന്താ? ഒരേ സ്ഥലത്ത് രണ്ട് ശക്തികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ദൈവം ഒരു സ്ഥലത്ത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഇതിനകത്ത് കേൾക്കുന്ന ചില ദൈവമക്കൾ ദീർഘനാളുകളായി അഭിമുഖിക്കുന്ന ചില വിഷയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ. മേക്ക് സ്പേസ് ഫോർ ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു ഡ്രൈവ് ഔട്ട് ദ തിങ്സ് ദാറ്റ് ആർ അഗൈൻസ്റ്റ് യു. നമുക്ക് വിരോധമായി നിൽക്കുന്ന ഏത് ശക്തികളാണെങ്കിലും ദൈവത്തിന് വേണ്ടി നാം ഇടം ഒരുക്കുവാൻ വേണ്ടി ഈ രാത്രി ഒരുക്കപ്പെട്ടാൽ ആ ഇടം ദൈവത്തിന്റെ അധികാരം ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ന് രാത്രി മറ്റൊന്നിനും അവിടെ ഇനി അവകാശം പറഞ്ഞു നിൽക്കുവാൻ കഴിയത്തില്ല. ദാഗോൻ ക്ഷേത്രത്തിൽ ദാഗോൻ വീണതുപോലെ സഭ ദൈവത്തിന് വേണ്ടി, വ്യക്തിജീവിതങ്ങൾ ദൈവത്തിന് വേണ്ടി ഇടം ഉണ്ടാക്കുവാൻ വേണ്ടി, നിർമ്മിക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ ഇന്ന് രാത്രിയിൽ വിരോധമായി നിൽക്കുവാൻ മറ്റൊരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ആഹ്വാനം നൽകിത്തിരിക്കുകയാണ്. മേക്ക് സ്പേസ് ഫോർ ഗോഡ് ടു ഡ്വെൽ. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നാം സമയവും സ്ഥലവും ഒരുക്കിയില്ലേ? അൺവാണ്ടഡ് ആയിട്ടുള്ള, ആവശ്യമില്ലാത്തതിന്, അനാവശ്യമായത്, കാളക്കുട്ടി ഉണ്ടാക്കുവാൻ വേണ്ടി അഹരോന്റെ കൈവിരുന്ന് പലതും കാളക്കുട്ടി ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവം മോശയോട് പറയുക, ഡു നോട്ട് യൂസ് ഇറ്റ് ടു മേക്ക് എനിത്തിങ്, ബട്ട് യു യൂസ് യോർ എബിലിറ്റി to make stony tablets so that I can write. എനിക്ക് എഴുതുവാൻ കഴിയുന്നത് നീ ഒരുക്കാൻ വേണ്ടി ഒരുക്കപ്പെട്ടാൽ ഞാൻ നിന്നിൽ എഴുതാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളിൽ അങ്ങ് ഒരിക്കൽ കൂടെ ഒന്ന് പ്രവർത്തിച്ചു തുടങ്ങണമേ. We are making a space for you. We are making a space for you. നമ്മുടെ വാക്കുകളിൽ മാത്രം പറഞ്ഞാൽ പോരാ പ്രിയരെ, നമ്മുടെ രീതികളിൽ മാത്രം വന്നാൽ, നമ്മുടെ ജസ്റ്റ് അവർ എക്സ്റ്റേണൽസിൽ വന്നാൽ മാത്രം പോരാ. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്, ഹൃദയപരമായി നാം ദൈവത്തിന് ഇടം ഒരുക്കി കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. God's desire is to dwell with us. ദൈവത്തിന്റെ ആഗ്രഹം അതാ, നമ്മോട് കൂടെ വസിക്കണമെന്ന്. അതെ, വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് അങ്ങനെയാണ്. God is tabernacling. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ സന്ധ്യയിലും വെയിലാറുമ്പോൾ ആദമിനോട് കൂടെ നടന്ന കർത്താവ് പറയുകയാണ്, മോശയോട് പറയുക, അവരോട് പറ, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവരെനിക്കൊരു മന്ദിരം ഉണ്ടാക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന് ഇടം കൊടുക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക, ഡോണ്ട് ഗിവ് സ്പേസ് ടു സൈറ്റൻ. മേക്ക് എ സ്പേസ് ഫോർ മീ.
ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് ലൗകിക സഭയോട്, അത് കേവലം അവിശ്വാസികളോട് പറഞ്ഞ വാക്കല്ലല്ലോ. പിന്മാറിപ്പോയ ശീതോഷ്ണമാകുന്ന അനുഭവത്തിലായിരിക്കുന്ന, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന, ദൈവത്തെ പുറത്താക്കിയിട്ട് അത്താഴം ഭക്ഷിക്കുന്ന ഒരു വലിയ സമൂഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ എല്ലാത്തിലും സമ്പന്നരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ധനവാന്മാരെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ ദരിദ്രന്മാരാണ്, അന്ധന്മാരാണ്, നിങ്ങൾക്ക് വസ്ത്രമില്ലാതെ നഗ്നന്മാരാണ് നിങ്ങൾ. Hallelujah. Hallelujah. God saying, make space. I'm standing at the door. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. Yes, the call is for everyone. എല്ലാവർക്കും വേണ്ടി ദൈവം വിളിക്കുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ ആയിട്ട് ദൈവം ഓരോ വ്യക്തിയോട് പറഞ്ഞ, ആരെങ്കിലും ഒരാൾ എന്റെ ശബ്ദം കേട്ടാൽ, വാതിൽ തുറന്നാൽ, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. Hallelujah. What a sweet presence when God dwells with us. ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ആ സുദിനത്തിന് വേണ്ടിയല്ലേ നാം കാത്തിരിക്കുന്നത്? ആ നല്ല നാളേക്ക് വേണ്ടിയല്ലേ നാം കാത്തിരിക്കുന്നത്? When we walk along with God on those pearly streets, hallelujah, സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ആ മഹത്വകരമാകുന്ന രത്നങ്ങൾ കൊണ്ട് പണിതിരിക്കുന്ന പട്ടണത്തിലൊക്കെ നടക്കുന്നത് നമുക്ക് ആവേശം നൽകുന്നതാണെങ്കിലും, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നതിനെക്കാട്ടിലും വലിയ ആവേശങ്ങളൊന്നുമില്ല. പ്രിയരെ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ച മുറിവുകൾ ഒരു ഫലകം പോലെ ഇന്നും സ്വർഗത്തിൽ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ. അവനത് മായ്ച്ചു കളഞ്ഞില്ല. മോശയുടെ വിക്ക് മാറ്റി കൊടുക്കാത്തതുപോലെ ക്രിസ്തു തന്റെ കൈയിലെയും കാലുകളിലെയും വിലാപ്പുറത്തെയും മുറിവുകളും മായ്ച്ചു കളഞ്ഞില്ല. ഹല്ലേലൂയ. സിംഹാസനത്തിന്റെ മുൻപിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി അവൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതെ, ആ കുഞ്ഞാടോട് കൂടെ നാം വസിക്കുന്ന ഒരു കാലം വരികയാണ്. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മളോട് പറയുക, മേക്ക് സ്പേസ്. സ്പേസ് നമ്മൾക്ക് ബാഹ്യമായി അന്ന് പഴയ നിയമത്തിൽ മോശ ജനത്തോട് പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുക, there is no greater space than in your heart. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന ഇടത്തെക്കാട്ടിലും വലിയൊരിടം ദൈവത്തിന് വേണ്ട. ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ഒരിടം ഒരുക്കുന്നവരായി. മറ്റ് പലതുമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന് വേണ്ടി ഇടമൊരുക്കുവാൻ ദൈവം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. Lord, when we think about our last or our past, ഞങ്ങളുടെ ഇന്നലകളുടെ ദിവസങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ നഷ്ടപ്പെടുത്തിയ ഒത്തിരി സമയങ്ങളും അവസരങ്ങളും ഞങ്ങൾക്ക് ഓർമ്മ വരികയാണ്. മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്, മിസ്ഡ് ചാൻസസ്. ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സ്വമേധയായി അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മനോഹരമായ ഇടങ്ങൾ ഒരുക്കിയതുപോലെ ഞങ്ങളും അങ്ങയ്ക്ക് വേണ്ടി ഒരു ഇടം ഒരുക്കുവാൻ, അങ്ങ് വസിക്കുന്ന, അങ്ങയുടെ സാന്നിധ്യം വിട്ടുമാറാത്ത ഒരിടമായി ഞങ്ങളെ ദൈവം മാറ്റി തീർക്കണമേ. ഞങ്ങളിൽ കൂടെ ദൈവം ഈ ദിനങ്ങളിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം കേട്ട് അങ്ങയുടെ ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. വളരെ സ്പഷ്ടമായി കർത്താവ് ദേവദാസനിൽ കൂടി നമ്മോട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മോട് കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ നാം വസിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ഉടഞ്ഞുപോയ അല്ലെങ്കിൽ ഉടച്ചു കളഞ്ഞ കൽപ്പനകൾ മാറി ഒരു പുതിയ എഴുത്ത് നമ്മുടെ ഉള്ളിൽ എഴുതുവാൻ നമ്മെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നാം കർത്താവിന്റെ ജനമായി, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന പേരാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം കാണുന്നത്. കർത്താവിന് നമ്മോട് കൂടെ വസിക്കാനുള്ള ആഗ്രഹമാണത്. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനം നാം ഏറ്റെടുക്കുക.
ഹല്ലേലൂയ. യഥാർത്ഥമായി കർത്താവേ, എന്നിൽ ലോകത്തിന്റെ ഒന്നും വസിക്കുവാനല്ല, മറിച്ച് അങ്ങ് എന്നിൽ വസിക്കണം. എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം. അങ്ങയോട് കൂടെ എന്റെ ശിഷ്ടകാലം ഈ ഭൂമിയിൽ മാത്രമല്ല, നിത്യത എനിക്ക് അങ്ങയോട് കൂടെ കഴിക്കണമെന്നായിരിക്കട്ടെ നമ്മുടെ ആ ഉത്കടമായ വാഞ്ച. ഹല്ലേലൂയ. ചേർന്ന് പാടാം. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടുന്ന. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും, കണ്ണീരെല്ലാം തുടച്ചിടുന്ന. മൃത്യവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി വീണ്ടുമില്ല. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി വീണ്ടുമില്ല. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര്യ സ്വർഗീയ മണാളനെ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചര്യ സ്വർഗീയ മണാളനെ. തൻ കൃപകളെന്നുമോർത്തു പാടിയിടും ഞാൻ, തന്റെ മുഖശോഭ നോക്കി ഓടിയിടും ഞാൻ. തൻ കൃപകളെന്നുമോർത്തു പാടിയിടും ഞാൻ, തന്റെ മുഖശോഭ നോക്കി ഓടിയിടും ഞാൻ. പെറ്റതല്ല തൻ കുഞ്ഞിനെ മറന്നിടിലും, എന്നെ മറക്കാത്തവൻ അവൻ മാറാത്തവൻ. പെറ്റതല്ല തൻ കുഞ്ഞിനെ മറന്നിടിലും, എന്നെ മറക്കാത്തവൻ അവൻ മാറാത്തവൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേഘേ വരുമല്ലോ. വരവിട്ടും സമീപമായി ഒരുങ്ങുക സഹചര്യ സ്വർഗീയ മണാളനെ. വരവിട്ടും സമീപമായി ഒരുങ്ങുക സഹചര്യ സ്വർഗീയ മണാളനെ. ഹല്ലേലൂയ. വരവിന്റെ നാള് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിനോട് കൂടെ നിത്യം വസിപ്പാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ഐശ്വര്യമായി ദൈവജനം സംസാരിച്ച കർത്താവിന്റെ വിലപ്പെട്ട ഭൃത്യനോട് വേൾഡ് വൈഡ് പ്രയർ സർക്കിളിന്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവ ശുശ്രൂഷകൾ അധികമായി ഉപയോഗിക്കുമാറാകട്ടെ. കേൾക്കപ്പെട്ട വചനം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹകരമായിരിക്കട്ടെ. ഹല്ലേലൂയ. നാളെ വൈകിട്ട് 6 മണിക്ക് WPCയുടെ വേൾഡ് വൈഡ് പ്രയർ സർക്കിളിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ MI ഈപ്പൻ, കർണാടകത്തിലെ ഷാരോൺ പ്രവർത്തനങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ദേവദാസൻ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. നാളെ വൈകിട്ട് 8 മണിക്ക് തന്നെ ഇതേ സമയം 3:30 UK ടൈം കർത്താവിൽ വിലപ്പെട്ട ദേവദാസൻ പാസ്റ്റർ തോമസ് മാത്യു സ്കോട്ട്ലൻഡ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. ഈ 2 മീറ്റിംഗിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും നമുക്ക് പ്രാർത്ഥനകളിൽ വരും ദിവസങ്ങളിൽ അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ കടന്നു വന്ന് ദൈവജനം സംസാരിക്കുന്നുണ്ട്. അവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പാസ്റ്റർ രഞ്ജു മാത്യു പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയാൽ ലഭ്യമായ അനുഗ്രഹിതമേറിയ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കാൻ, കർത്താവിന്റെ വചനം കേൾപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയ്ക്ക് ഇടമൊരുക്കുന്നവരായി തീരുവാൻ, കർത്താവിന് മുൻസ്ഥാനം കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ഒരുക്കം നിത്യോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവീയ കാര്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിന്, ഞങ്ങളെ ശക്തീകരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങൾ കർത്താവുമായുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിപ്പാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പ്രസംഗിച്ച കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
തന്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബമായി കർത്താവ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത സകല പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്ത കർത്താവിന് ദാസനായ സ്തോത്രം. കർത്താവ് സഹായിക്കണമേ, കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ഹിന്ദി മീറ്റിംഗിനായി സ്തോത്രം, മലയാള സർവീസിനായി സ്തോത്രം. കർത്താവ് സഹായിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ ഇഷ്ടം കർത്താവ് ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. ദൈവേഷ്ടത്തിന്റെ നിവൃത്തിക്കായി ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവ് തന്നെ ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. കർത്താവിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലപ്പെട്ട നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത സകല പ്രിയപ്പെട്ടവരുടെ മേലും ഇന്ന് നമ്മോട് ദൈവവചനം അറിയിച്ച കർത്താവിന്റെ ദാസരുടെ മേലും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോൾ മുതൽ കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജയം തന്ന സർവശക്തനായ ദൈവത്തിന് നമ്മുടെ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.